ഉറച്ച പാർട്ടി വോട്ടുകളിലാണ് പാർട്ടി തന്നെ ഈ തരത്തിലുള്ള ഒരു ഒഴുകിപ്പോക്ക് പ്രതീക്ഷിക്കുന്നത്. തോക്കുമെന്ന് പയ്യന്നൂരിൽ തോക്കും എന്ന് പാർട്ടി വിചാരിക്കുന്നില്ല, തളിപ്പറമ്പിൽ തോക്കും എന്ന് CPM വിചാരിക്കുന്നില്ല. പക്ഷെ പാർട്ടിയുടെ കേഡർ വോട്ടുകളിൽ ഒരു കാലഘട്ടത്തിലും മാറ്റിക്കുത്തിയിട്ടില്ലാത്ത വോട്ടുകളിൽ ഒരു പക്ഷേ ചോർച്ച ഉണ്ടായേക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല. ഇപ്പൊ പേരാവൂര് നോക്കൂ, പേരാവൂര് എല്ലാ കാലത്തും UDF-നൊപ്പം നിൽക്കുന്ന, ഒറ്റത്തവണയോ മറ്റോ ആണ് മാറ്റമുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ ആ കോൺഫിഡൻസ് UDF-നുണ്ടോ? ഇല്ല. അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇത്തവണ സാമുദായിക വോട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. KK ശൈലജ ടീച്ചർ ഒരു വലിയ ശക്തിയായ കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വന്നു നിൽക്കുന്നു. കേരളത്തിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ പോയി പ്രചാരണം നടത്തുന്നു. KPCC അധ്യക്ഷനാണ്. വയനാട് അടക്കമുള്ള, അല്ലെങ്കിൽ സാധാരണഗതിയിൽ സണ്ണി ജോസഫിന് അദ്ദേഹത്തിന്റെ വോട്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന നിലയ്ക്ക് ചിന്തിച്ചാൽ മതി പേരാവൂരിൽ. പക്ഷെ അദ്ദേഹം KPCC അധ്യക്ഷനാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ മുഴുവൻ വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയുള്ള ഒരാളാണ്. K സുധാകരൻ അപ്പുറത്ത് സീറ്റ് നിഷേധം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാലം വലിക്കൽ നിന്നുണ്ടായോ എന്നുള്ള ചർച്ചയുണ്ടായതാണ്. അത് ഇപ്പോൾ ഈ കത്തടക്കം പുറത്തു വരികയും മറ്റും ചെയ്തപ്പോഴുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് അവിടെ മത്സരിക്കുന്ന സമയത്ത് അത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്. നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് പേരാവൂരിലടക്കം ആശങ്കയുണ്ട് കോൺഗ്രസിന്.